പ്രഗ്നൻസി മുതൽ 2-2.5 വർഷത്തോളം ഞാൻ കടന്നുപോയിരിക്കുന്ന വഴികൾ ഇന്നുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ കണ്ണു നിറച്ചിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും പനിയായതുകൊണ്ട് തന്നെ എൻ്റെ മടിയിൽ നിന്നും മാറാതെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ നീതിക്കായി നീയൊക്കെ എന്തു ചെയ്തു? നിങ്ങളപ്പോൾ ആരാ? ബുദ്ധിയുള്ള ആൾക്കാരാ? മറ്റേ ബാലസാർ ചോദിക്കുന്നല്ല ഒട്ടനാ? എന്നിട്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരാ ആണാ? എനിക്ക് ഭ്രാന്താ ഫേസ് ചെയ്യുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറയുന്ന കുലസ്ത്രീകളെ നിങ്ങൾ അങ്ങനെയല്ല എന്ന് കരുതി ബാക്കിയുള്ളവർ നിങ്ങളെപ്പോലെ ആകണമെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? അവർക്ക് വളരെ തമാശയാണ്. കാരണം അങ്ങനെയുള്ളവരൊക്കെ കോമാളിയാണ്, വേഷം കെട്ട് കാണിക്കുന്നവരാണ്. ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ എന്താ എന്ന് അത് അനുഭവിക്കുന്നവനേ അറിയുള്ളൂ. അതിൻ്റെ വേദന. 1.7 സംതിങ് മില്യൺ വ്യൂസ് കയറിയിട്ടുണ്ട്. അതെൻ്റെ റീച്ച് അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ചെയ്യുമ്പം എനിക്ക് കുറച്ച് ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. വോയിസൊക്കെ ഒന്ന് മൊത്തം പോയിരുന്നു, ക്ലിയർ ആയിട്ട് വരുന്നേ ഉള്ളൂ. പീരീഡ് സോറി. ഞാൻ ഇവിടെ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ എൻ്റെ മുഖഭാവം, എൻ്റെ എക്സ്പ്രഷൻ, ഇതൊക്കെ ഇതുവരെ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് വളരെ വ്യത്യസ്തമായിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ തല്ലുകൂടുന്ന ഒരു വീഡിയോ ഒരു റീലായിട്ടിട്ടിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ട് അവളെ തല്ലണം, അവളെ കാലിൽ വാരി നിലത്തടിക്കണം, അവൾ സൈക്കോ ആണ്, അവൾ മാനസിക രോഗിയാണ്, അവളൊരു തള്ളയാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട എൻ്റെ കുഞ്ഞുങ്ങളോട് എന്നേക്കാൾ കൂടുതൽ സ്നേഹം തോന്നിയ ഫേസ്ബുക്ക് അമ്മാവന്മാർക്കും അമ്മായിമാർക്കും കുലസ്ത്രീകൾക്കും കുലപുരുഷന്മാർക്കും ഫേസ്ബുക്ക് അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടുള്ള, ആ വീഡിയോയുടെ അടിയിലും നല്ല വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇട്ട നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ കമൻറ്റ് ഇട്ട എന്ന് പറഞ്ഞ നല്ല മനസ്സുകളോട്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വളരെ ചുരുക്കമായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എന്നും സ്നേഹം മാത്രം, നിങ്ങളോടെല്ലാം ബഹുമാനം മാത്രം. ഈ വീഡിയോയുടെ അടിയിലും ഇനിയും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണ്, നീ സൈക്കോ ആണ്, നിനക്ക് മാനസിക രോഗമാണ്, നീ ഒരു കോമാളിയാണ്, നീ ഒരു അത്ഭുത ജീവിയാണ്, നീ അല്ലാതെ ഇരട്ടക്കുഞ്ഞുങ്ങളെ ആരും പ്രസവിച്ചിട്ടില്ല, നീ ബോധവൽക്കരണം നടത്താൻ പോകുന്നവളാണ് എന്ന് തുടങ്ങി 100,000 നെഗറ്റീവ് കമൻറ്റുകൾ വരുമായിരിക്കും. എനിക്ക് അത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഡിപ്രഷൻ അടിച്ച് ഞാൻ സൈക്കോ മോഡിൽ വന്ന് ചെയ്യുക എന്ന് പറയുമായിരിക്കും. അതും എനിക്ക് ഓക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നെഗറ്റീവ് കമൻറ്റുകൾക്കുള്ള മറുപടി ആയിട്ടല്ല, എൻ്റെ റിയാക്ഷൻ വീഡിയോ അല്ല. നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടവർക്ക് ഞാൻ ആ വീഡിയോയിൽ തന്നെ ധാരാളം മറുപടികൾ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരുണ്ടല്ലോ, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ വാരി വെതറുകയായിരുന്നു. അവർക്കുള്ള മറുപടി അതിൽ തന്നെ കൊടുത്ത് അവരെ ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റുകൾക്കെതിരെ പ്രതികരിച്ചപ്പോൾ എനിക്ക് മാനസിക രോഗമാണ്, എനിക്ക് മൊത്തത്തിൽ ഞാനൊരു മാനസിക രോഗിയാണെന്നാണ് ഇപ്പോൾ കുറച്ച് പേരുടെ വെപ്പ്. അത് അവിടെ തന്നെ അങ്ങനെ വെച്ചോ. ഈ വീഡിയോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന, വിഷമതകൾ അനുഭവിക്കുന്ന, മൾട്ടിപ്പിൾ ബേബീസിന് ഒറ്റയ്ക്ക് നോക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്തു വെക്കുന്നത്. ഞാൻ ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റാറില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ ഇതിനു മുമ്പേയും ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴെങ്കിലും അതൊക്കെ ഞാൻ ചെയ്യും. ഫേസ്ബുക്ക് വഴി എനിക്കൊരു കുണുവാവേനെ കിട്ടി. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആരാണ് ഈ കുണുവാവെന്ന്. കുണുവാവേനെ നന്നാക്കാനല്ല കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ല കുണുവാവ കേൾക്കാനുമല്ല. കുണുവാവയെപ്പോലെ മെൻറ്റാലിറ്റിയുള്ള, കുണുവാവയെപ്പോലെ ചിന്തിക്കുന്ന, കുണുവാവ ഇട്ട കമൻറ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റു നെഗറ്റീവ് കമൻറ്റുകളിട്ട ഇവളെ തല്ലണം, ഇവളെ കാലേവാരി പിടിച്ച് നിലത്തടിക്കണം. എടോ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ അവളുടെ പരിസരത്ത്? അവൾക്ക് പോയി 2 എണ്ണം കൊടുക്ക്. ഈ കുണുവാവ ആരാന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം. കുണുവാവ ഇങ്ങനെ കമൻ്റ് ഇട്ട് തൂങ്ങി കിടക്കുക. കുണുവാവയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് കുണുവാവ ആദ്യം തന്നെ 5-6 കമൻറ്റുകൾ അങ്ങ് ഇട്ടു. പിന്നെ ഞാനും കുണുവാവയെ അങ്ങോട്ട് എന്താ പറയുക, കമൻറ്റുകൾക്ക് മേൽ കമൻറ്റുകളായിരുന്നു. കുണുവാവയുടെ 1000 കമൻറ്റുകൾ തയ്ക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ കുണുവാവ. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും ആ വീഡിയോ കണ്ട ആരാണ് ഈ കുണുവാവ എന്നുള്ളത്. കുണുവാവയുടെ കുൽസിത പ്രവർത്തികളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുണുവാവയോട് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുണുവാവയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. വീണ്ടും പറയുന്നു, കുണുവാവയെ പോലെ മെൻറ്റാലിറ്റി ഉള്ള കുണുവാവയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്. അതെന്താ വെച്ചാൽ കുണുവാവ പറഞ്ഞു നിനക്ക് സപ്പോർട്ടൊക്കെ വളരെ കുറവാണല്ലോ എന്ന്. അപ്പോൾ കുണുവാവേനെ പോലെ മെൻറ്റാലിറ്റി ഉള്ള, കുണുവാവയ്ക്കല്ല, എൻ്റെ കുണുവാവയല്ലേ, എൻ്റെ കുണുവാവ അവിടെ ഇരിക്കും, കുണുവാവയെ പോലെ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ട്, പിന്നെ എന്നെ തല്ലണം, കാലേ വാരി നിലത്തടിക്കണം എന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ. കുഞ്ഞുങ്ങൾ തല്ലുകൂടുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അമ്മ റീച്ചിന് വേണ്ടി മൊബൈലും പിടിച്ചുകൊണ്ടിരുന്നു, വീഡിയോ ചെയ്ത് രസിക്കുന്നു, ഞങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, സഹിക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് തുടങ്ങി ഒരുപാട് തരത്തിലുള്ള കമൻറ്റുകൾ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് വാരി വിതറിയിട്ടുള്ള, കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളായിട്ടുള്ള സോഷ്യൽ മീഡിയ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും കുലസ്ത്രീകളോടും പുരുഷന്മാരോടും അമ്മാവന്മാരോടും അമ്മായിമാരോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെപ്പോലെ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയധികം കുഞ്ഞുങ്ങളെ ഒരു ചെറിയൊരു വീഡിയോ കാണുമ്പം ഇത്രയധികം വേദനിച്ച് രോഷം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ത്രീയെ ഇത്രയധികം മോശം പറയുന്ന നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരപീഡനത്തിനിരയായി മരിച്ചു പോയിട്ടുണ്ട്? എത്ര കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഈ പറയുന്ന നിങ്ങളൊക്കെ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്തു? അല്ല, നിങ്ങളുള്ള കാലഘട്ടത്തിലാണല്ലോ ഇത്രയും കുഞ്ഞുങ്ങൾ വിട പറഞ്ഞു പോയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി നമ്മളേക്ക് ഞെട്ടിക്കുന്ന എന്തോരം കാര്യങ്ങൾ വന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്, അതായത് ജീവൻ നഷ്ടപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്ക് ക്രൂരപീഡനങ്ങൾ പലരിൽ നിന്നും ഏറ്റു ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ നീതിക്കായി നീയൊക്കെ എന്തു ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം, സമൂഹത്തിൽ ഇനി മറ്റൊരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് കരുതി നീയൊക്കെ എന്താ ചെയ്തത്? എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടല്ലോ നീയൊക്കെ എന്ത് ചെയ്തു? അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അടുത്തത് വരും, ഇത്ര പ്രസംഗിക്കുന്നുണ്ടല്ലോ, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു വരാം. ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കമൻറ്റുകൾ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷെറിൻ റാഫി എന്നതിൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ പോയിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അതൊക്കെ കണ്ടിട്ടും മനഃപൂർവ്വം ഇനി ഇങ്ങനെ ഒരു വേദോപദേശം ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കമന്റ് ഇടാൻ വന്നു എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഈ വീഡിയോയുടെ അടിയിൽ ഒരു കാരണവശാലും ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിന് എനിക്ക് എൻ്റെതായ ഒരുപാട് ആശയങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ എനിക്കുണ്ട്. ഞാൻ ന്യായീകരണങ്ങൾ നിർത്തുകയെന്ന് പറഞ്ഞാൽ അതെ, എനിക്ക് എൻ്റെതായ ന്യായീകരണങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇനി സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തേനെ എന്ന് വിലപിക്കുന്ന കുലസ്ത്രീകളെ, പുരുഷന്മാരെ, ഏതെങ്കിലുമൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ ഇടുന്നു, കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് ഇടുമ്പോൾ അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോയിൽ കുറേ കമൻറ്റുകൾ ഇതേപോലത്തെ, നീ കുഞ്ഞുങ്ങളെ തുറയ്ക്കുന്നുണ്ടോ, നീ കുഞ്ഞുങ്ങളെ മുള്ളിക്കുന്നുണ്ടോ, നീയാണല്ലോ ആദ്യത്തെ ഒരമ്മ, അത്ഭുതം, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തേനെ. ഇത് കുണുവാവ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കുണുവാവ അവിടെ നിൽക്കട്ടെ, അതെൻ്റെ കുണുവാവ, പോട്ടെ, കുണുവായ്ക്കൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിൽ ചിന്താഗതിയുള്ള പെണ്ണുങ്ങളെ, പുരുഷന്മാരെ, ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തേനെ എന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി എനിക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഞാനിവിടെ ഓവർ തിങ്ക് ചെയ്യുന്ന എന്നാ കാര്യത്തിനാണ്? നിങ്ങളെ പോലെയൊക്കെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുക, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്തേനെ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കാര്യം എടുത്തു പറയാൻ കാരണം ഇതേ കൺസെപ്റ്റോടു കൂടിയാണ് നീയൊക്കെ നിൻ്റെ വീട്ടിലെ സ്ത്രീകളെ, അല്ലാതെ നിന്റെ ചുറ്റുപാടുമുള്ള സ്ത്രീകളെ ഗർഭധാരണം, പ്രസവം എന്നീ കാര്യങ്ങൾ വരുമ്പോൾ വിലയിരുത്തുന്നത്. അപ്പോഴെന്തേ പറയണത്? ഒരു സ്ത്രീ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് വരികയോ, അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ഒരു ഗർഭിണി ആയിരിക്കുമ്പോൾ അവളെ അങ്ങോട്ട് കുറേ നോക്കും. പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളായി അല്ല, കുഞ്ഞുങ്ങൾ അത് തന്നെ എൻ്റെ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പം, ആ കുഞ്ഞുങ്ങളുടെ അടി കൂടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾ പാവം എന്ന് പറഞ്ഞ രോഷം കൊണ്ടല്ലോ. നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ പുറകിൽ ഒരു സ്ത്രീയുണ്ട്, ഒരു വീഡിയോ എടുത്തൊരു സ്ത്രീയുണ്ട്. അവൾ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ ഗർഭധാരണം നടത്തി, അവൾ എന്തോരം കഷ്ടപ്പെട്ട് പ്രസവിച്ചു, അവൾ എങ്ങനെയാണ് വളർത്തുന്നത്, അവളുടെ ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ നീ ചിന്തിക്കുമോ? നീയൊന്നും ചിന്തിക്കില്ല. കാരണം നീ അപ്പം പറഞ്ഞ എന്താണെന്ന് പറയുക, ഞങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്, ഞങ്ങളുടെ വീട്ടിലും ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യില്ല, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല, ഞങ്ങളെ കൊച്ചുങ്ങൾ വീഴുമ്പോഴത്തേക്കും ഞങ്ങൾ ക്യാമറയും പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കില്ല. നിങ്ങളുടെ വീട്ടിലെ കൊച്ചുങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? എനിക്കെന്താ? അന്നത്തെ കാലഘട്ടത്തിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പ്രസവം കഴിയുമ്പോഴത്തേനും എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഡിപ്രഷൻ അത് പുതിയ അടവാണ്,
പണ്ടത്തെ അമ്മമാർക്കൊന്നും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തോ ഒരു സൗകര്യങ്ങളാ. ഞാൻ ഇത്രയും ഇത് വന്ന് പറഞ്ഞത് 30 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ വിഷമങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണ്. അവരുടെ വേദനകൾ മനസ്സിലാക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ്. അവർ മാത്രമല്ല, കുറേ പേരുണ്ട് ഈ സമൂഹത്തിൽ. നിങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം, പണ്ടത്തെ സ്ത്രീകൾ ആരും പ്രസവിച്ചിട്ടില്ലേ? എൻ്റെ അമ്മ പ്രസവിച്ചിട്ടുണ്ട് 10, ഞാൻ പ്രസവിച്ചു, എൻ്റെ അമ്മൂമ്മ പ്രസവിച്ചു. അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാണ്, റെസ്പെക്റ്റോട് വിട്ടാ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനുള്ള മറുപടി അത്. പണ്ട് അത്രയും പ്രസവിച്ച സ്ത്രീകളോട് ബഹുമാനവും സ്നേഹമാണ്. ശരിയാണ്, അന്നത്തെ കാലഘട്ടത്തിലൂടെ സൗകര്യങ്ങളും ഇല്ലായിരുന്നു. അവർ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി. ഓക്കെ, ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കൂ, ഇവിടെ സൗകര്യങ്ങൾ വന്നു, ഇവിടെ സോഷ്യൽ മീഡിയ വന്നു, അതനുസരിച്ച് പല മാറ്റങ്ങളും സമൂഹത്തിൽ സംഭവിക്കുന്നു. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിക്കാതെയാണ് ഇരിക്കുന്നത്. ഇന്നിവിടെ 5G വരെ ആയില്ലേ? അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗർഭധാരണം, പ്രസവം അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ വരുമ്പം ആ കുഞ്ഞിൻ്റെ അമ്മയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്താ വിട്ടുമാറാത്തത്? അപ്പം അത് പറയുമ്പോൾ നിങ്ങൾക്ക് പഴയ കാലഘട്ടം. ഒരു സ്ത്രീയെ തേജോവധം ചെയ്യാൻ, അവളെ അടിച്ചമർത്താൻ, അവളെ വിഷമിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഉപയോഗിക്കുന്ന തുറുപ്പ് ചീട്ട് പഴയ തലമുറയിലെ കമ്പാരിസണിൽ, പഴയ കാലഘട്ടവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, അതെവിടുത്തെ ന്യായമാണ്? ചുറ്റുവട്ടമുള്ള സമൂഹത്തിലുള്ള പ്രസവം കഴിഞ്ഞ അമ്മമാരിലേക്ക് ഒന്ന് ഇങ്ങനെ കണ്ണോടിക്ക്. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ? എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറയുന്ന കുലസ്ത്രീകളെ, നിങ്ങൾ അങ്ങനെയല്ല എന്ന് കരുതി ബാക്കിയുള്ളവർ നിങ്ങളെപ്പോലെ ആകണമെന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത്? ബാക്കിയുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ അമ്മയോ മുത്തശ്ശിയോ നിങ്ങളോ ഒന്നും അങ്ങനെയല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആകണം, അല്ലെങ്കിൽ ഇവരിങ്ങനെ അല്ല എന്ന് പറഞ്ഞ് എന്തിനാ ഞങ്ങളെപ്പോലുള്ള അമ്മമാരുടെ പുറകെ കണ്ണും നട്ടിക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അതിലെന്താ ലോജിക്കുള്ളത്? പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടിയിട്ടത് കൊണ്ട് ആണ് എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, കുഞ്ഞുങ്ങൾ തല്ലുകൊടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാത്ത ഒരുപാട് അമ്മമാർ സ്വന്തം വീടിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുടെ കുറുമ്പ് കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഉണ്ട്. ഈ മാനസിക പ്രശ്നം, ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ തമാശയാണ്. കാരണം അങ്ങനെയുള്ളവരൊക്കെ കോമാളിയാണ്, വേഷം കെട്ട് കാണിക്കുന്നവരാണ്. ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ എന്താ എന്ന് അത് അനുഭവിക്കുന്നവനേ അറിയുള്ളൂ, അതിൻ്റെ വേദന. മനസ്സിലായോ? അതില്ലാത്ത നിനക്കൊക്കെ അത് ചിലപ്പം ഇങ്ങനെയായിരിക്കും. നിനക്കോ നിൻ്റെ വീട്ടുകാർക്കോ അതില്ലാന്നുണ്ടെങ്കിൽ നിനക്കിങ്ങനെയായിരിക്കും. പക്ഷേ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടല്ലോ, അവൻ്റെ വേദന വളരെ വലുതാണ്. ഇതൊന്നും തിരിച്ചറിയപ്പെടാത്ത കാലഘട്ടത്തിലാണ്, സമൂഹത്തിലാണ് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ. എത്ര സ്ത്രീകൾ സ്ത്രീധനത്തിൻ്റെ പേരിലും ടോർച്ചർ ചെയ്തിട്ട് കൊല്ലുന്നുണ്ട്. ഇനിയിപ്പം ഇതൊക്കെ പറയുമ്പോഴേക്കും നീ ആരാ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക? നീ സ്ത്രീകൾക്ക് വേണ്ടി എന്താ ചെയ്തത്? നീ ആരാ, ഫെമിനിസ്റ്റ് ആണോ എന്നും ചോദിക്കാം. ഞാൻ സംസാരിക്കുന്നത് എന്നോട് വിഷമങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് അമ്മമാരുടെ അവസ്ഥകൾ, ഞാൻ കടന്നു വന്നിട്ടുള്ള വഴികൾ, ഞാൻ നേരിടുന്ന അനുഭവങ്ങൾ, ഇതിനെ ആസ്പദമാക്കിയിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. 10,000 പേരെന്നെ എതിർത്തോട്ടെ, ഒരാൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമായിട്ട് ഞാൻ കാണും. പിന്നെ പഴയ കാലഘട്ടത്തെ ഉദാഹരണമാക്കി പറയുന്ന പൊന്നു സ്ത്രീകളെ, പുരുഷന്മാരെ, പഴയ കാലഘട്ടം കഴിഞ്ഞു. പഴയ കാലഘട്ടത്തിലെ കഥ പറഞ്ഞ് ഇനി ഇരിക്കല്ലേ. പഴയ കാലഘട്ടം കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ളത് വേറൊരു കാലഘട്ടം. ഇനി വരാൻ പോകുന്നത് എന്ത് കാലഘട്ടമാണെന്ന് അറിയാൻ പാടില്ല. ഒരാൾ എന്നോട് വന്നിട്ട് വീഡിയോ ക്യാമറ ചോദിച്ചു, എന്തൊക്കെ കാണണം, ഇത് എന്ത് കാലഘട്ടമാണ്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാലം, കൊറോണയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അതായത് കോവിഡിന് ശല്യമില്ല എന്ന്, അല്ലെങ്കിൽ കോവിഡിൻ്റെ ശല്യം ഇല്ലെങ്കിൽ ഇത് വളരെ നല്ലൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ചിന്താരീതിയിലും അവർ കാണിക്കുന്നതിലും ഉണ്ടാവും. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചോദിക്കും, ഇത് എന്ന കാലഘട്ടമാ? എന്ത് കാലഘട്ടം? വളരെ നല്ലൊരു കാലഘട്ടം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇത് വേറെ എന്തെങ്കിലും കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിന്താരീതി ആണ്. നിങ്ങളുടെ ചിന്താരീതി ആയിരിക്കണം വേറൊരാൾക്കൊന്നും നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെന്ന് പറഞ്ഞാൽ പ്രൗഡായിട്ടിരിക്കല്ലേ. നിങ്ങൾ അങ്ങനെയല്ല വളർത്തിയെന്നുണ്ട്, ഒക്കെ നിങ്ങൾ ഭയങ്കര പ്രൗഡഡ് ആയിട്ടുള്ള വുമൻസാണ്. ഒരു സ്ത്രീക്ക് സിസേറിയൻ ചെയ്താൽ അത് പുച്ഛം. ഒരു സ്ത്രീ അങ്ങോട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ശ്രദ്ധ കുഞ്ഞുങ്ങളിലേക്കാം. കുഞ്ഞുങ്ങൾ മെലിഞ്ഞിരിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പാലില്ലേ, കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഈ ഫോർമുല മിൽക്ക് കൊടുക്കുന്നത്, എന്തിനാ ഈ ഡയപ്പർ ഉപയോഗിക്കുന്നത്, തുണി വെച്ചൂടെ? എന്തൊക്കെ കാര്യങ്ങൾ വഴിയിട്ടാണ് ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ആ പണ്ടത്തെ കാലത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പൊന്നു കൊലസ്ത്രീകളെ, കൊലപുരുഷന്മാർ, എന്തോ ഒരു അമ്മമാർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കൊക്കെ അറിയോ? നിൻ്റെയൊക്കെ അമ്മമാരുടെ കഷ്ടപ്പാട് നിൻ്റെ കണ്ണിലൊന്നും ഇല്ലേ? അവരോ കഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഘട്ടത്തിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ഇന്നത്തെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്
അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, മാനസികാരോഗ്യവും മാനസിക സന്തോഷമൊക്കെ നൽകണ്ടേ? അപ്പം പറയും ഇത്രയും സൗകര്യങ്ങളും ടെക്നോളജികളൊക്കെ ഉണ്ടായിട്ട് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഡിപ്രഷനാ. ഇങ്ങനെ പറയും. ഈ ഡിപ്രഷൻ എന്താണെന്ന് കോമൺ സെൻസ് ഇല്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടരുത്. സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ വരാൻ പാടില്ലേ? ഡിപ്രഷൻ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. ഇപ്പം ഇനി ഞാൻ ഈ പറഞ്ഞത് ഒരു ഡിപ്രഷൻ കയറി മൂത്തിട്ടാണ്, സൈക്കോ ആണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതിനല്ലേ നിങ്ങൾ എനിക്കും ചാർത്തി തന്ന പട്ടം, ഞാനൊരു സൈക്കോ ആണ്, ഞാനൊരു ഡിപ്രഷൻ കയറി മൂത്ത് പ്രാന്തായിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണ്. ആണെങ്കിൽ ആണ്. ഇനി ഞാൻ എന്താ സംസാരിച്ച്, ഞാൻ എന്താ പറഞ്ഞ, എൻ്റെ വാക്കുകൾ എന്താ, എൻ്റെ വാക്കുകളുടെ തീവ്രത എന്താണെന്ന് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ എനിക്കിത് ഇവിടെ കൈവച്ചിട്ട് പറയാം, കുറച്ച് അമ്മമാർ എനിക്ക് ചുറ്റുമുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇട്ടപ്പോഴും ആ വീഡിയോയുടെ അടിയിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഓടിയെത്തിയ എൻ്റെ സഹോദരിമാർ, എൻ്റെ അമ്മമാർ. ഞാൻ നെഗറ്റീവ് കമൻറ്റുകൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികരോഗമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാ. ഈ പല ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് കമൻ്റ് ഉള്ളവരെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പട്ടി എന്താ, ഒരു ആന നടന്നു പോകുമ്പോൾ പേപ്പട്ടി കുറച്ചാൽ കുറയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വിടും. ഞാൻ എന്തുകൊണ്ടാണ് പ്രതികരിച്ച് വന്നതെന്നറിയോ? ഇവരുടെ മാനസികാവസ്ഥ എനിക്കൊന്ന് വ്യക്തമാക്കിയിട്ട് ഒരു ചിത്രം എനിക്കൊന്ന് കിട്ടണമായിരുന്നു. ഒരു വീഡിയോയുടെ അടിയിൽ ഇവരെവിടെ വരെ പോകുമെന്ന് എനിക്കറിയണമായിരുന്നു. ഞാൻ ഇട്ട വീഡിയോയിൽ എൻ്റെ പേജിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കും, സ്വാഭാവികം. മാനസികരോഗിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിനും എൻ്റെ ചിന്താരീതിക്കും എൻ്റെ വിഷനെല്ലാം ആസ്പദമാക്കി പോകുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എന്ത് ചെയ്തു, അത് ശരിയാകാൻ തെറ്റാവാം, ഞാൻ എന്ത് ചെയ്തു, റിപ്ലൈസ് കൊടുത്തു. അപ്പോൾ അവർ ഇങ്ങനെ മനഃപൂർവ്വം കടിച്ചൂങ്ങി കിടന്നപ്പോൾ അവരുടെ പുറകെ പോയത് ഞാൻ തീരുമാനിച്ചത്. കമൻറ്റ് നിർത്തിപ്പോണ്ടത് അവരാ. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ പറ്റുന്നവരെ, ഫേക്ക് കോളികളെ ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയതാണ്. അതൊരു 10,000 കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുമോ? എന്നാൽ അവരിടുന്ന കമൻറ്റുകൾ അത്രയും ഞാൻ റിപ്ലൈ കൊടുക്കാം. എന്നാലും ഞാൻ നിർത്തില്ല എന്ന് ചിന്തിച്ചത് അതിന് എൻ്റെ എന്ത് വേണമെങ്കിലും ആയിട്ട്, ഇപ്പം ഞാൻ ഏത് രീതിയിലുള്ള വ്യക്തിയായിട്ടാണെങ്കിലും കാണുന്നവർക്ക് ചിത്രീകരിക്കാം. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒന്ന്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഒന്ന് കൊണ്ടുവരിക. 2, അവരെയായിട്ട് എൻ്റെ പേജിൽ നിന്ന് ക്വിറ്റ് ചെയ്യിപ്പിക്കാം. അത് ഞാൻ ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്ന നെഗറ്റീവ് കമൻറ്റുകളാണ്. എൻ്റെ വീഡിയോയുടെ അടിയിലാണെങ്കിലും പോട്ടെ, അതും ആ ഒരു അമ്മയുടെ പോരാട്ടമായിട്ട് താനൊക്കെ കാണും. കോമാളിയായിട്ടായിരിക്കും കാണാം. ഈ അമ്മ കോമാളിയാണെന്നുണ്ടെങ്കിൽ, ഈ അമ്മ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് സൈക്കോ ആയിട്ടുള്ള ആൾക്കാരെ നല്ല രീതിയിൽ സ്നേഹം കൊണ്ട് അവരെ മാറ്റണ്ട. അത് മാറ്റാൻ പറ്റാതെ ആ വ്യക്തിനെ ഇതാക്കുന്ന രീതിയിൽ വന്ന നിങ്ങളപ്പോൾ ആരാ? ബുദ്ധിയുള്ള ആൾക്കാരാ? മറ്റേ ബാലസാർ ചോദിക്കുന്നതല്ല, പൊട്ടനാ എന്നിട്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരാ? ആണാ? എനിക്ക് ഭ്രാന്താ, ഞാൻ സൈക്കോത്തള്ളയാ. അപ്പോൾ ആ സൈക്കോത്തള്ളനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നൊന്നും അറിയില്ലേ? അത്രയേ പോലും സാമാന്യ ബോധമില്ലേ? എൻ്റെ പൊന്നു. അപ്പോൾ നിങ്ങളെപ്പോലുള്ള സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന സമൂഹത്തിലെ മറ്റ് സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാനിവിടെ ചിന്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര സ്ത്രീകൾ വിഷമിക്കുന്നുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോയി നോക്ക്. നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള സ്ത്രീകളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കുക. കൊല്ലാൻ വരും, തല്ലണം, അല്ല കാലേ വരി നിലത്തടിക്കണം, തല്ലണം എന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാർ കമൻറ്റ് ഇട്ടിരുന്നു. അവന്മാർക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. ഒരുത്തൻ്റെ മെസ്സേജ് വന്നിട്ടില്ല, ഒരുത്തൻ്റെ കോളും വന്നിട്ടില്ല, ഒരുത്തൻ ഈ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല. വായോ, നീയൊക്കെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കമൻറ്റ് അല്ല ഇടേണ്ടത്. നീയൊക്കെ ഫേക്ക് കോളികളാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഒരു മനുഷ്യനാണ്. നീയൊക്കെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? നിനക്ക് കമൻറ്റ് ഇടാൻ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ മറുപടി നിനക്ക് വ്യക്തമായിട്ട് കൊള്ളും. നീക്ക് ഇങ്ങോട്ട് വാ, എന്നിട്ട് നീ അങ്ങോട്ട് കൊല്ല്. എടോ ഫേക്ക് കോളികളെ, ഈ മരണം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുണ്ട്. ധീരന് മരണം ഒരിക്കലേ വരത്തുള്ളൂ. ആ ഓലപ്പാമ്പിനെയും കാട്ടിയിട്ട് എന്നെ പേടിപ്പിക്കല്ലേ. ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇതെനിക്ക് വെറും ഒരു റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് അല്ല എന്നൊക്കെ കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുള്ള ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ആരാ എന്താണെന്ന് പറയാണ്ട് ഓടി പിടിച്ച് അതിനകത്തൊന്ന് കമൻറ്റ് ഇടുന്നതിന് പകരം ആ വ്യക്തി എന്താ ചെയ്യുന്നത്? എൻ്റെ പേജിൻ്റെ പ്രൊഫൈൽ തന്നെ ഒരു ഓൺലൈൻ ഫിറ്റ്നസ് സെൻറ്റർ എന്നിട്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഈ പേജിൽ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറേ എണ്ണങ്ങൾ.
എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ഇരട്ട കുഞ്ഞുങ്ങൾക്കും പനിയാണ്. മൂത്താക്ക് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ട്. എനിക്ക് ചെറുതായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ. ഇന്നാണ് ഇപ്പം സൗണ്ട് ഒന്ന് റെഡിയായി വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ പീരീഡ്സ് ആണ്, നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടും ഈ കണ്ടീഷനിൽ നിന്നിട്ട് 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും പനിയായതുകൊണ്ട് തന്നെ എൻ്റെ മടിയിൽ നിന്നും മാറാതെ അവരിയ്ക്കുകയാണ്. ഞാനീ പറയുന്നത് എൻ്റെ സങ്കടമല്ല. ഞാൻ ഇമാജിൻ ചെയ്യുന്നത് ഇതുപോലെ വീടുകളിൽ എത്ര അമ്മമാർ സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് മൾട്ടിപ്പിൾ ബേബീസിനെ നോക്കുന്ന അമ്മമാരുണ്ട്, ഒറ്റയ്ക്ക് ടിൻ ബേബീസിനെ നോക്കുന്ന അമ്മമാരുണ്ട്, പ്രസവിച്ച് കഴിഞ്ഞ് 16 ദിവസം മുതൽ ആരും തിരിഞ്ഞു നോക്കാത്ത അമ്മമാരുണ്ട്, പ്രസവിച്ച് കഴിഞ്ഞ് 15 ദിവസം ഭർത്താവ് ഇട്ടിട്ട് പോയ സ്ത്രീകളുണ്ട്, പിഞ്ച് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് പകച്ചു നിൽക്കുന്നവരുണ്ട്. എത്ര എത്ര പേരുണ്ട് ഈ സമൂഹത്തിൽ. അവരുടെ വേദനയാണ് ഞാൻ കാണുന്നത്, അല്ലാണ്ട് എൻ്റെ വേദന എനിക്കൊന്നുമില്ല. പ്രഗ്നൻസി മുതൽ 2-2.5 വർഷത്തോളം ഞാൻ കടന്നു പോയിരിക്കുന്ന വഴികൾ ഇന്നു വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ കണ്ണു നിറച്ചിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസുകൾ കരഞ്ഞുകൊണ്ടല്ല ഞാൻ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഗ്രൂപ്പിലുള്ളവരെ, ഡിപ്രഷൻ ഗ്രൂപ്പ്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഗ്രൂപ്പായ ചാർമിൻ ക്യൂൻസ് എന്ന ഗ്രൂപ്പിലുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എൻ്റെ അനുഭവങ്ങൾ അതിശക്തമായി ബോൾഡാക്കി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഞാൻ അവർക്ക് ഓരോന്ന് വ്യക്തമാക്കി കൊടുക്കുന്നത്. 2 ദിവസം ഫുള്ളായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ്, ഐഡൻറ്റിക്കൽ ട്വിൻസാണ്, ഒരേപോലെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം. പനി വന്നാലും അവരുടെ വാശി, അവരുടെ കരച്ചിൽ, അവർ റൈറ്റ് സൈഡിൽ ബ്രസ്റ്റ് ഫീഡ് ഒരു കുഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ കുഞ്ഞിന് ഈ റൈറ്റ് സൈഡിലെ ബ്രസ്റ്റ് തന്നെ ഫീഡ് ചെയ്യണം. ഫീഡ് ചെയ്യുമ്പോൾ അവർ അടിയാണ്, പിച്ചും മാന്തും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2-2.5 വർഷത്തിനുള്ളിൽ എനിക്ക് ഈ 2 ദിവസം വെറും നിസ്സാര. ഇതിൽ കൂടുതൽ ദിവസങ്ങൾ ഞാൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഓരോ വീടുകളും ഒരുപാട് അമ്മമാർ ഉറക്കമൊഴിക്കുന്നുണ്ട്, എനിക്കറിയാം. നീ മാത്രമാണോ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അമ്മ? അത്ഭുതം, ആന, ചേന, സൈക്കോ. എനിക്കറിയാം ഞാൻ മാത്രമല്ല എന്ന്. ഇന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്നെൻ്റെ കണ്ണീര് പൊടിഞ്ഞത് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട നിങ്ങളുടെ കമൻറ്റുകൾക്ക് ആസ്പദമാക്കിയിട്ടല്ല. അതും പൊക്കി പിടിച്ച് ഇനി എൻ്റെ വീഡിയോയുടെ അടിയിൽ ആരും വരരുത്. ഞാൻ ഇന്ന് കണ്ണുനീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മമാർക്ക്, സ്ത്രീകൾക്ക് ഇതിൻ്റെ വില എന്താണെന്ന് അറിയും. അവർക്കറിയും. അവർക്ക് വേണ്ടിയിട്ടാണ് പൊഴിക്കുന്നത്. നീയൊക്കെ നിൻ്റെ വീട്ടിലെ സ്ത്രീകളെ തിരിഞ്ഞു നോക്ക്. പിന്നെ കൊലസ്ത്രീകളോടും, നിനക്ക് മകളുണ്ടാവും, നിനക്ക് പേരക്കുട്ടികളുണ്ടാവും, അല്ലേ, നിനക്ക് സഹോദരങ്ങളുണ്ടാവും. നീ അവരിലേക്കൊന്ന് കണ്ണോടിക്ക്, ചുറ്റുവട്ടത്തേക്കൊന്ന് നീ കണ്ണോടിക്ക്. നിന്റെ കാഴ്ചപ്പാട് കൊണ്ട് നീ അവരെ അളക്കല്ലേ. അപ്പം ഞാൻ പറയാണ്, ഉറങ്ങിയിട്ട് ഇത്ര ദിവസമായി. 2 ദിവസം ഞാൻ കുളിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് പോയി പല്ല് തേച്ചത്. ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല, കണ്ടിന്യൂസ് ഫീഡിങ് ആണ്. ഞാനൊരു ഹെൽത്ത് കോച്ചാണ്. ഇരട്ട കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ എന്താണ് കഴിക്കേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതിൻ്റെ 1% അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ്മോർട്ടം ട്രെയിനിങ് എടുക്കുന്ന 1% പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനേറെ പറയുന്നു, എൻ്റെ 2ാമത്തെ കുഞ്ഞായ, അതായത് നിങ്ങൾ കണ്ടു വീഡിയോയിൽ ഒരു കൊച്ച് ഉപദ്രവിക്കുന്നു. അയ്യോ, ആ കൊച്ചങ്ങോട്ട് ഉപദ്രവിക്കുന്നു. ആ കൊച്ച് 5-6 മണിക്കൂറാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എനിക്ക് ആ കുഞ്ഞിന് എടുത്തു കൊടുക്കാൻ പറ്റണം. ആ കുഞ്ഞിവിടെ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു സഹായമായിട്ട് എനിക്ക് എൻ്റെ മൂത്ത മോനുള്ളത് കൊണ്ട് എന്നാലും ആ കുഞ്ഞുങ്ങൾ 2 പേരും വിശന്നാലും എന്തായാലും അവരെ വയറും തടകി നടന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകുന്നു എന്നല്ലാണ്ട് ഈ 2 കുഞ്ഞുങ്ങൾ എൻ്റെ മേത്ത് നിറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, അദ്ദേഹം ജോലിക്ക് പോയി. അദ്ദേഹത്തിന് ലീവ് എടുത്തിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അദ്ദേഹം പോയി. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ഉണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് പിന്നിലെന്ന് നീയൊക്കെ ഇനി എന്നാ തിരിച്ചറിയാ? നീയൊന്നും തിരിച്ചറിയാത്ത കൊണ്ടല്ല, നിൻ്റെയൊക്കെ അധിക പ്രസംഗം ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ. 2024 തുടങ്ങുകയാണ്. ഇത്ര റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുന്നതും 2024 എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഈ രീതിയിൽ സംസാരിക്കില്ല. പക്ഷെ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോകൾ ചെയ്യും. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിത അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ പലതും ചെയ്യും. അതെൻ്റെ കുട്ടികൾ തല്ലുകൂടുന്നതാകാം, എന്തുമാകാം. എക്സാമ്പിൾസ് ആക്കിക്കൊണ്ട്, എൻ്റെ ജീവിതം എക്സാമ്പിൾസ് ആക്കിക്കൊണ്ട് ഞാൻ ഇനിയും ചെയ്യും. ഇപ്പം ഞാൻ ഈ വീഡിയോ ഈ അവസ്ഥയിലും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്.
റീച്ചിന് വേണ്ടി ചെയ്തു എന്ന് കൂടുതൽ വിഷമിക്കല്ലേ. ഇരട്ട കുഞ്ഞുങ്ങളെ പ്രഗ്നൻസിയിൽ അവരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്, അവർക്ക് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിച്ച, കുഞ്ഞുങ്ങൾ തല്ലി പിടിക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ വേദനയും സ്നേഹവും ഉള്ള കുറച്ച് ആൾക്കാരോട്, കമന്റ് ഇട്ടവരോട് ഞാനൊന്ന് പറയട്ടെ. എൻ്റെ പ്രഗ്നൻസിയിൽ ഡോക്ടേഴ്സ് എന്നോട് ഒരു ആക്ടിവിറ്റി ചെയ്യരുത്, സ്റ്റെപ്സ് കയറരുത്, കുനിയരുത്, ഷിറിനെ അതായത് ഫുൾ ബെഡ് റെസ്റ്റ് പോലെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ 3ാമത്തെ കുട്ടികളാണ്, ഇരട്ട കുട്ടികളാണ്. എനിക്ക് പ്രീമച്ചുവർ ഡെലിവറി സംഭവിക്കാം. കോവിഡ് അതിതീക്ഷ്ണമായിട്ട് ഭയങ്കരധികം ഉള്ള ഒരു കാലഘട്ടം, ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. പ്രീമച്ചുവർ ഡെലിവറി ആയ കുഞ്ഞുങ്ങളുടെ ജീവൻ എന്നെ ആപത്തായിരിക്കാം. പല കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ ഷെറിൻ 2 മാസം മുതൽ 8 മാസം വരെയുള്ള വർക്കൗട്ട് വീഡിയോകൾ അടക്കം ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്സുകൾ കയറിയിട്ടുണ്ട്. അത് ഞാൻ എന്നെ ഉപദേശിച്ച അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് അഡ്വൈസ് തന്ന, എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എന്നേക്കാൾ കൂടുതൽ ടെൻഷനുള്ള എൻ്റെ ഡോക്ടേഴ്സിനെ ഞാൻ ധിക്കരിച്ചതല്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റില്ല എന്നുള്ള എൻ്റെ ആത്മവിശ്വാസമാണ്, എൻ്റെ കോൺഫിഡൻസ് ആണത്. അങ്ങനെ ജന്മം കൊടുത്തവളാണ് ഞാൻ. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയേനെ എന്ന് എന്നെക്കാൾ കൂടുതൽ വേവലാതി നിങ്ങൾക്ക്. പറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു. മനസ്സിലായി? അപ്പോൾ അത് വയറിനുള്ളിലത്തെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞപ്പോൾ വയറിനുള്ളിൽ കഴിഞ്ഞു വെച്ച് പുറത്ത് വെച്ച് എന്തു ആകാം, ചവിട്ടി കൊല്ലട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ. വയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ പേടിക്കേണ്ടത്. ആ കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടമായി പോയാൽ ഇവർ നീ ഭൂമിയിൽ ഉണ്ടാവോ? ഈ കുഞ്ഞുങ്ങൾ വേണോ? റിസ്ക് ആണ് എന്നോടൊരു ഡോക്ടർ പറയുണ്ടായി. റിസ്ക് എടുത്തവളാ ഞാൻ. ആ ഞാനെന്ന അമ്മയേക്കാൾ കൂടുതൽ ദണ്ണമാണോ? ആ ഞാനെന്ന അമ്മയ്ക്കില്ലാത്ത ദണ്ണം എന്താ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും? പിന്നെ ഇനിയിപ്പം അന്ന് ഞാൻ സ്റ്റെപ്സൊക്കെ കയറി, അന്ന് ഞാൻ വർക്കൗട്ടൊക്കെ വീഡിയോ ചെയ്തു, അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? വയറ്റിനുള്ളിൽ കിടക്കുന്ന കൊച്ചുങ്ങളെ കുറിച്ച് അവർക്കൊരു ശ്രദ്ധയില്ല, ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റാലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നേനെ കുറേ എണ്ണങ്ങൾ. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ വർഷം 2-2.5 ആവാൻ പോവാ. ആ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു തന്നെ. ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്തിനേറെ പറയുന്നു, ന്യൂ ബോൺ ബേബീസ് ആയിട്ട് 14 ദിവസം ഞാനൊരു കുളിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്. എനിക്ക് ഇട്ടുകൂടെ? റീച്ച് കിട്ടാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടുകൂടെ? നല്ല റീച്ച് കിട്ടത്തില്ലേ? പിന്നെ നീ അപ്പിടുന്നത് മുള്ളുന്നത് ഒക്കെ കൊണ്ടുവന്നിടും. ഞാൻ എല്ലാം ഇടും, എനിക്ക് എന്ത് തോന്നുന്നു അതൊക്കെ ഇടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ. അത് ചെയ്യരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ? അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ ആരാ? ഈ വീഡിയോ ഇട്ടപ്പോൾ നെഗറ്റിവിറ്റി കണ്ടാൽ നിന്നോടൊക്കെ ഞാനെന്ന് പറയട്ടെ. ആ വീഡിയോ ഇട്ടപ്പോൾ എനിക്കുണ്ടായ പോസിറ്റിവിറ്റി ഞാൻ നിന്നോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഈ വീഡിയോ ഇട്ടപ്പം നെഗറ്റിവിറ്റി കണ്ടുപിടിച്ച് എന്നെ അങ്ങോട്ട് നിലംപരിശാക്കിയെന്ന് കരുതിയ നിങ്ങളോടൊക്കെ ഞാനെന്ന് പറയട്ടെ. ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം എനിക്കുണ്ടായ ഹാപ്പിനെസ്, എനിക്കുണ്ടായ പോസിറ്റിവിറ്റി ഞാൻ ഷെയർ ചെയ്യട്ടെ. കുറച്ച് ടിൻ ബേബീസിനെ ഞാൻ കണ്ടു, സ്നേഹമുള്ള കുറച്ച് പേരുടെ വാക്കുകൾ ഞാൻ അറിഞ്ഞു. എൻ്റെ ഇരട്ടക്കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ എന്താകുമോ, ഇവർ വലുതാകുമ്പോൾ എന്താകുമോ എന്നായിരുന്നു ആ കമൻറ്റ് അല്ലെങ്കിൽ ആ ക്യാപ്ഷൻസ്. അതായിരുന്നു അതിൻ്റെ ഒരു മീനിങ്. അതായത് ഒരു അമ്മയുടെ ആശ്ചര്യമായിരുന്നു അവിടെ. അപ്പോൾ ഒരുപാട് പേര് വന്ന് പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു വലുതാകുമ്പോൾ ഇവർ അടി ഉണ്ടാക്കാം, ചിലപ്പം ചില ആൾക്കാർ വലുതാകുമ്പോൾ ശരിയാകും. ചില ആൾക്കാർ എന്ത് പറഞ്ഞു, ഇരട്ടകളായിട്ടുള്ള വലിയ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നവരെൻ്റെ പൊന്നോ ഈ വീട്ടിൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ അതിലെല്ലാം ഉപരി വീഡിയോ കണ്ടിട്ട് ഞാൻ ആരാന്ന് മനസ്സിലാക്കി ഒരു പെൺകുട്ടി ഓടി വന്ന് ഒരുപാട് വിഷമങ്ങൾ ഷെയർ ചെയ്തു. ഇന്ന് അവളെൻ്റെ ഗ്രൂപ്പിലുണ്ട്, ഇന്നലെ മുതൽ അവളെൻ്റെ ഗ്രൂപ്പിലുണ്ട്. അവളെ സന്തോഷത്തോടെ, അവൾക്ക് ഒരുപാട് സന്തോഷമായിക്കാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പം. എടോ ഫേസ്ബുക്ക് അമ്മാവന്മാരെ, അമ്മച്ചിമാരെ, കുല സ്ത്രീകളെ, പുരുഷന്മാരെ, അമ്മാവന്മാരെ, അമ്മായിമാരെ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എന്നെ കുറേ വിട്ട തള്ളാന്ന് പറഞ്ഞാണേ. അതുകൊണ്ടട്ടോ ഞാൻ പറയണേ മാരെ, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ. അമ്മയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് അടി ഉണ്ടാക്കിപ്പിച്ചു. അമ്മ പറഞ്ഞപ്പോൾ മക്കളങ്ങ് അടി ഉണ്ടാക്കി വീഡിയോ ഇട്ടു. അമ്മയ്ക്ക് കിട്ടണ്ടേ കുറച്ച് റീച്ച്? എൻ്റെ പൊന്ന് ആൾക്കാരെ, അത്തരത്തിൽ ചിന്തിച്ച് പറഞ്ഞ ആൾക്കാരെ, ശരിയാണ് എനിക്ക് റീച്ച് കുറവാണ്, ഞാൻ ഇതിൻ്റെ റീച്ച് ഉണ്ട്, ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾ ഭയങ്കര ഇത് എടുത്തുകൊണ്ട് ഭയങ്കര ഇതായിട്ട് വന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ വീഡിയോ വരുന്നതിന് മുമ്പും എൻ്റെ ഒരു വീഡിയോയ്ക്ക് 1.7 സംതിങ് മില്യൺ വ്യൂസ് കയറിയിട്ടുണ്ട്. അതെൻ്റെ റീച്ചല്ലേ? ഞാൻ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്ന വ്യക്തിയാണ്. എനിക്കത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ അവകാശപ്പെടുന്ന റീച്ച്, ഈ വീഡിയോയ്ക്കാണ് ഞാൻ റീച്ചിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളുകൾ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ കൊടുത്തിട്ടുള്ള ഫിറ്റ്നസ് ഇൻഫർമേഷൻ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ
അതൊക്കെ ഞാൻ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ഞാൻ അങ്ങനെ റീച്ചിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസ്ഥയിൽ അമ്മമാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സോഷ്യൽ സർവീസ് എന്ന നിലയിൽ ഒരു പൈസയും വാങ്ങാതെ, പൈസ വാങ്ങിക്കൊണ്ട് ഞാൻ ഓൺലൈൻ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി ചെയ്തതാണ്. അത്യാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂസുകളുണ്ട് എൻ്റെ ഫിറ്റ്നസ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. മനസ്സിലായോ? അല്ലാണ്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് ഞാൻ ആരാൻ തിരിച്ചറിഞ്ഞ് എനിക്ക് 10 അഡ്മിഷൻ വന്നതല്ല അത്. ഞാൻ ചെയ്ത വീഡിയോസിനെ ആസ്പദമാക്കി, ഞാൻ ചെയ്ത കണ്ടന്റിനെ ആസ്പദമാക്കി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇവരൊക്കെ എന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്താ പറയുക, ഈ വെള്ളത്തിൽ വരച്ച വര പോലെ ആണ്. ഒരു കാര്യമില്ലെന്നറിയാം. നിങ്ങളുടെ ജനറ്റിക്കലി ഉള്ള, നിങ്ങളുടെ ബ്ലഡിലുള്ള ആ സ്വഭാവ വൈകൃതം നിങ്ങൾ ഇനിയും ആവർത്തിക്കും. അത് തിരുത്താനല്ല ഞാൻ ഇതിട്ടത്. ഞാൻ എൻ്റെ അവസ്ഥകൾ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ ഫീൽ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് അമ്മമാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളൊക്കെ എന്തോ ചെയ്യുക, നിങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷേ നെഗറ്റീവ് കമൻറ്റുമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല, ഇവിടെ ഇരിക്കുന്ന വ്യക്തി നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചോ? എങ്കിൽ തെറ്റുപറ്റി. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും ഇതിലൊക്കെ എന്നെ തള്ള അങ്ങനെ തള്ള ഇങ്ങനത്തെ തള്ള, ഞാൻ ഇനിയും കുറേ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇടും. അപ്പോഴൊക്കെ അത് ആന ചേന എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇനി ഒരുപാട് തിരക്കുകളോട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റാണ്, 4 കുഞ്ഞുങ്ങളെ തനിയെ നോക്കുന്നു, എനിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക്, അപ്പം ചിലപ്പോൾ ഞാനിത് ഇഗ്നോർ ചെയ്യും. ഇപ്പോഴും എനിക്ക് ഒട്ടും സമയമില്ലാതെ ഞാൻ കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുമ്പോഴും, ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ്, ഉറക്കം വെച്ചിട്ടാണ്. ആ സമയത്ത് ഞാനിത് ചെയ്തു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ട് വഴിമാറി പോകുമ്പോൾ ഞാൻ വെറും നിങ്ങൾ പറയുന്ന വ്യക്തിയല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി തന്നതും. കേട്ടോ? അപ്പം വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഒരു വ്യത്യസ്തമായ മുഖം കണ്ട് എൻ്റെ സുഹൃത്തുക്കളോ ആരും എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലും ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.